അല്ല, ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുക. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. നിങ്ങളുടെ വിശ്വാസം. വി ഡി സതീശന്റെ മുൻപുള്ള ഒരു വാർത്താ സമ്മേളനവും ഇന്നലെ കണ്ട വാർത്തക്കാർക്ക് കൊടുക്കുന്ന മറുപടിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. എന്താ സതീശേട്ടാ നിങ്ങൾക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് തട്ടിക്കയറുന്നത്? ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു അടുത്ത മുഖ്യമന്ത്രി ആയി മാറിക്കഴിഞ്ഞതല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഒരു മാധ്യമപ്രവർത്തകരുടെ അടുത്ത്? എന്തോ അദ്ദേഹത്തിനൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ചിലപ്പം ഇനിയിപ്പോൾ വനവാസം ഉറപ്പിച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു, ഇത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന്. ഏകദേശം അത് ഉറപ്പിച്ച മട്ടാണെന്ന് തോന്നുന്നു, മുഖവും ഭാവവും കണ്ടിട്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ കടന്ന് എല്ലാവരോടും തട്ടിക്കയറുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. വി ഡി സതീശൻ ഇനി മുഖ്യമന്ത്രിയുമായി എത്തുമോ?